അവിടെയാണ് ഇസ്ലാമിക് ഡിലമ നിൽക്കുന്നത്. അത് ഇസ്ലാമിക് ഡിലേമ അല്ല, അത് തിരുത്തേണ്ട ക്രിസ്ത്യൻ ഡിലേമയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെയും നമ്മള് സഹോദര, ന്യൂക്ലിയറിനോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഓക്കെ, ഇവിടെ ഞാനത് പറഞ്ഞു തീർക്കാം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു. ഇസ്ലാമിക് ഡിലമയുടെ ഫണ്ടമെൻ്റൽ തന്നെ ഇവിടെയാണ് കിടക്കുന്നത്. 7ാം നൂറ്റാണ്ട് വരെ ഉള്ള സ്ക്രിപ്ചർ ടെക്സ്ച്വലി കറപ്റ്റ് അല്ല എന്ന് സമ്മതിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഈ സലഫി ദാവ പ്രോജക്റ്റിൻ്റെ അതായത് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ച് പോകുന്നൊരവസ്ഥയാണിത്. കാരണം ഇത് സമ്മതിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താ? വി ഹാവ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. എന്താണ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്? നമുക്ക് ഡെഡ് സീ സ്ക്രോൾസ് തുടങ്ങി നമുക്ക് മാനുസ്ക്രിപ്റ്റ് എടുക്കാം. ഹലോ 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 ഹലോ, ആരെയും ഒച്ച വെക്കുന്നത്? ന്യൂക്ലിയറേ മാസ്റ്ററെ ഇടപെടല്ലേ പ്ലീസ്, തരാം. എന്റെ പേര് പറയട്ടെ, ഞാൻ സോറി ഫൈസലെ, സോറി മാസ്റ്റർ, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. അപ്പോൾ നമുക്ക് 7ാം നൂറ്റാണ്ടിന് മുമ്പുള്ള മാനുസ്ക്രിപ്റ്റുകളെല്ലാം വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് വരുമ്പം ഇവർ പോസിറ്റ് ചെയ്യുന്നത് പോലെ, അതായത് ആരും കണ്ടിട്ടില്ലാത്ത, എത്ര ചാപ്റ്റർ ഉണ്ടെന്നറിയത്തില്ലാത്ത, ആരെഴുതി എന്നറിയത്തില്ലാത്ത ഒരു ഇഞ്ചീൽ എന്നൊരു സാധനം, ഒരു ഇമാജിനറി സാധനം മാത്രമാണ്. അല്ലെങ്കിൽ പിന്നെ ഇവർ പറയണം, ഓക്കെ ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ട്, ഞങ്ങൾക്കറിയാം ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതിയതാണ് എന്ന്, ഇതിനകത്ത് ഇന്ന ചാപ്റ്റേഴ്സാണ് ഉള്ളത്, ഇത് എൻ്റെ മാനുസ്ക്രിപ്റ്റ് ഇതാ പിടിച്ചോ, ഈ സാധനമാണ് ഇഞ്ചീൽ, നിങ്ങൾ ഈ പറയുന്ന ഗോസ്പൽ ഇതല്ല, ഇത് ഇന്ന കാലഘട്ടത്തിലാണ് എഴുതിയത്, എക്സെട്ര. ഇവരൊരു തെളിവ് വെക്കണം. ഇവർക്ക് ഈ ഇഞ്ചീൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം കിടക്കുന്നത്. ദീസ് പീപ്പിൾ കനോട്ട് ഈവൻ ഡിഫൈൻ വാട്ട് ദിസ് ഇഞ്ചീൽ തിങ് ഈസ് ഓൾ അബൌട്ട്. പോട്ടെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇഞ്ചീൽ എന്ന വാക്കിൻ്റെ അറബിക്ക് അർത്ഥം എന്താ പറയാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ ഫൈസലിന്?